ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ചേമ്പൻ തണ്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതുപോലെയാണോ ചേമ്പൻ തണ്ട് തോരൻ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതേപോലെ ചേമ്പൻ തണ്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ കാണുന്നതാണ് ചേമ്പ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഇവിടേക്ക് ഇതിനെ പറയുന്നത് പാൽച്ചേമ്പ് എന്നാണ് കേട്ടോ. ഇവിടെ രണ്ടും ഒന്ന് തന്നെയാണ്. ചേമ്പും പാൽച്ചേമ്പ് എന്നും പറയുന്നത് ഒന്ന് തന്നെയാണ്. ചേമ്പിൻ്റെ തണ്ട് ഞാൻ ഈ തണ്ട് വെച്ചിട്ടാണ് ഒത്തിരി തോനെ തണ്ട് എടുക്കണം കേട്ടോ. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് ഒരു 3-4 തണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു, അതിൻ്റെ തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മരം പോലൊരു ചേമ്പ് എന്ന് പറഞ്ഞിട്ട് അതിന്നൊരു 4-5 തണ്ട് വലുതെടുത്തായിരുന്നു കേട്ടോ. അതാണ് എടുത്തത്. പക്ഷേ 3 പീസേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളൂ. ഇത്തിരി കൂടുതൽ എടുക്കണം, അപ്പോഴാണത് കുറച്ച് നമുക്ക് ഉണ്ടാക്കുമ്പോൾ കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് അങ്ങ് മെൽറ്റായി പോകുന്ന പോലെ. അപ്പോൾ ഞാനത് തോലൊക്കെ ചീവി എടുത്തു, ചെറുതാക്കിയിട്ട് നൈസാക്കിയിട്ട് അരിഞ്ഞു. അതിലേക്ക് ഒരു 1.5 സവോള ഞാൻ ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തു, അത് ഇട്ട് കൊടുത്തു. ശരിക്കും 2 സവോള തന്നെ എടുത്തോളൂ കേട്ടോ. പിന്നെ അതിലേക്ക് പച്ചമുളകാണ് എടുത്ത്. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ പിന്നെ കുറച്ച് ഞാൻ കറിവേപ്പിലയാണ് ഇട്ടത്. പിന്നെ അതിലേക്ക് ഞാൻ മുറി തേങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തായിരുന്നു, തേങ്ങ തിരുമിയത് അതും കൂടെ ഇട്ടു. പിന്നെ കുറച്ച് ജീരകം കയ്യിലിട്ടിട്ട് ഒന്ന് ഞെരടിയാൽ മതി കേട്ടോ. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അതിൽ എല്ലാം പിടിക്കണം. ഉപ്പ് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ വെള്ളം വരും. എന്നിട്ട് അത് തട്ടിപ്പോത്തി നമ്മൾ വെക്കുക. അതിൻ്റെ ശേഷം ഒരു അടുപ്പോ സ്റ്റവോ എന്താ വെച്ചാൽ കത്തിച്ചിട്ട് നമ്മൾ അതിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതാ ഞാൻ അടുപ്പ് കത്തിച്ചു, അടുപ്പിലേക്ക് ഞാനത് വെച്ചു. ഇനി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ അടച്ചു കൊടുത്തു. ഞാൻ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റീം വരട്ടെ, അതിൽ ആവി കയറട്ടെ. ഇപ്പോൾ ഒന്ന് ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇതാ തുറന്ന് നോക്കി, നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതാ ഇളക്കി കൊടുത്തപ്പോൾ നമുക്ക് അത് ഇങ്ങനെ ഉലർന്നിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഉപ്പാണ് ചേർത്ത്. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അടച്ചു കൊടുക്കാൻ പാടില്ല, തട്ടിപ്പൊത്തി വെക്കാനേ പാടുള്ളൂ. ഇതിന്ന് വെള്ളം ഊറിയിട്ട് വരും. അപ്പോൾ ഇതാ അത് നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് വറുത്തിടണം അതിലേക്ക്. അതിനിതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടലപ്പരിപ്പ് ഇട്ടു, നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഞാൻ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ടത്. വെളുത്തുള്ളി ഇട്ടു. അതൊന്നും മൂത്തിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ ആവശ്യമുണ്ട്. ജീരകം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ജീരകം കൂടെ നമ്മൾ ഇട്ടു. എന്നിട്ട് ഒന്ന് ചുവക്കനെ വറുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മൂത്തു. ഇനി നമ്മുടെ തോരനിലേക്ക് നമുക്ക് ഇത് കൊട്ടുക. നമ്മൾ താളിച്ചത് അതിലേക്ക് കൊട്ടി നമുക്കൊരു പാത്രം കൊണ്ട് അടച്ച് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം മൂടിയാൽ മതി. അതിൻ്റെ ശേഷം ഞാൻ ഇതാ തുറന്ന് നോക്കുകയാണ്. ഇതാ നന്നായിട്ട് അതിൽ ആ മണമൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ താളിച്ചിട്ട് ഇങ്ങനെ അടച്ചിടുമ്പോൾ ഒരു പ്രത്യേക വാസന വരും. അതൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അത് ആയി. ഇന്നൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ചേമ്പൻ തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടുന്നതാണ്. താങ്ക്